Good morning, students. Today we are going to discuss about web publishing or web hosting. In the last class discussed about the HTML various tags used in our web page. Different types of tags, different styles of tag, അതുപോലെ cascading style sheet എങ്ങനെയൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഒരു വെബ് പേജ് ബിൽഡ് ചെയ്യുന്നതെന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ലാസ്റ്റ് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ടുഡേ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെബ് പബ്ലിഷിംഗ് ഓർ വെബ് ഹോസ്റ്റിംഗ്. വാട്ട് യു മീൻ ബൈ വെബ് പബ്ലിഷിംഗ്? വെബ് പബ്ലിഷിംഗ് റെഫേഴ്സ് ടു ദ പ്രോസസ് ഇൻ വിച്ച് ദ കണ്ടന്റ് ഈസ് പബ്ലിഷ്ഡ് ഓൺ ദ ഇന്റർനെറ്റ്. നമ്മൾ കുറച്ച് ടാഗ്സുകൾ, വെറൈറ്റി ഓഫ് ടാഗ്സ് പഠിച്ചു. അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് എങ്ങനെ നമുക്ക് നമ്മളുടെ വെബ് പേജിൽ അപ്ലൈ ചെയ്യാം, അതുപോലെ ഇമേജസ്, ബാക്ക്ഗ്രൗണ്ട്, ദെൻ ഹൈപ്പർ ലിങ്ക്സ്, ഇതെല്ലാം ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. അപ്പം അങ്ങനെ ഇതെല്ലാം ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടാഗ് ഒക്കെ യൂസ് ചെയ്ത് നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഈ വെബ് പേജ് അല്ലെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിനെ നമുക്ക് പബ്ലിഷ് ചെയ്യണം. നമുക്ക് ഇന്റർനെറ്റിൽ നമുക്ക് രജിസ്റ്റർ ചെയ്ത് പബ്ലിഷ് ചെയ്യണം. അങ്ങനെ പബ്ലിഷ് ചെയ്യുന്ന നമ്മളുടെ കണ്ടന്റിനെ ഇന്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്ന നെയിമാണ് വെബ് പബ്ലിഷിംഗ് ഓർ വെബ് ഹോസ്റ്റിംഗ്. It is refers to the process in which the content is published on the internet. It simply refers to the placement of web pages in a location that is accessible to users. യൂസേഴ്സിന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിൽ നമ്മളുടെ എല്ലാ വെബ് പേജസിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നു. It generally includes creation of website which are later uploaded using a web server and include many processes like developing a website, hosting it and even maintaining. നമ്മളതിൽ ജനറലി പറയുന്നത് കുറെ ക്രിയേഷൻസ് ഓഫ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ഒരു വെബ് സെർവർ ത്രൂ നമ്മളിത് അപ്ലോഡ് ചെയ്യുകയാണ്. ദെൻ നമുക്ക് ഈ പ്രോസസ്സ് ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഹോസ്റ്റ് ചെയ്യുന്നു. ദെൻ മെയിൻ്റെനൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു വെബ്സൈറ്റ് ക്രിയേഷനിൽ വരുന്നത്. ആദ്യം നമ്മൾ കുറെ ടാഗ്സുകൾ, HTML ടാഗ്സ് വെച്ചിട്ട് വെബ് പേജ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ആ വെബ് പേജിന് നമ്മൾ മോർ ദാൻ വൺ വെബ് പേജ് വന്നപ്പോൾ അതൊരു വെബ്സൈറ്റായി. ഈ വെബ്സൈറ്റിന് നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണ്, ഇന്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു. അതാണ് വെബ് പബ്ലിഷിംഗ് ഓർ വെബ് ഹോസ്റ്റിംഗ്. Web publishing is just like any other normal publishing. In context to web, it deploys the website using a web host. നമ്മൾ നോർമലി ബുക്സ് ആയാലും അല്ലെങ്കിൽ എന്തെങ്കിലും മാഗസീനൊക്കെ പബ്ലിഷ് ചെയ്യുന്ന പോലെ തന്നെ വെബ് പേജ് ആവുമ്പോൾ വെബ് പബ്ലിഷിംഗ് ആണ്. അതായത് ഇന്റർനെറ്റിന്റെ ഹെൽപ്പോടുകൂടി നമ്മളൊരു വെബ് സെർവറിന്റെ ലേക്ക് അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്യുക. ദ വെബ്സൈറ്റ് ആർ ജനറലി പബ്ലിഷ്ഡ് യൂസിങ് എ വെബ് സെർവർ. ഒരു വെബ് സെർവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെബ്സൈറ്റ്സ് ജനറലി പബ്ലിഷ് ചെയ്യുന്നത്. The website pages are transferred to the web server if the company has its own web server. ഈ വെബ്സൈറ്റ് പേജസ് ആദ്യം ഒരു വെബ് സെർവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഒരു കമ്പനിക്ക്, നമ്മളൊരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കമ്പനിക്ക് ഇറ്റ്സ് ഓൺ വെബ് സെർവർ വേണം. അതിനൊരു സ്വന്തമായിട്ടൊരു വെബ് സെർവർ വേണം. ഇറ്റ് ക്യാൻ പബ്ലിഷ് ഇറ്റ്സ് ഓൺ വെബ്സൈറ്റ് യൂസിങ് ഇറ്റ്സ് ഓൺ ഹോസ്റ്റ്. എന്നാൽ മാത്രമാണ് അതിന് അതിൻ്റെതായ വെബ്സൈറ്റുകളെല്ലാം ആ ഒരു പർട്ടിക്കുലർ വെബ് സെർവർ ത്രൂ പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. However, if the company does not have a web server, then it needs the service of a web hosting provider. അപ്പോൾ നമുക്ക് നമ്മളുടെ കമ്പനിക്ക് ഡസ് നോട്ട് ഹാവ് ഒരു വെബ് സെർവർ ഇല്ല എന്നുണ്ടെങ്കിൽ then it needs the service of a web hosting provider. അപ്പോൾ അങ്ങനെ വെബ് ഹോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സിന്റെ ഹെൽപ്പ് വെച്ചിട്ട് നമ്മളൊരു നമ്മളുടെ വെബ്സൈറ്റിനെ രജിസ്റ്റർ ചെയ്യുകയാണ്, പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുക. വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡ്സ് ആർ കമ്പനീസ് ദാറ്റ് പ്രൊവൈഡ് ദ സ്പേസ് ഇൻ ഓർഡർ ടു പബ്ലിഷ് ദ വെബ് പേജസ് ഓൺ ദ ഇന്റർനെറ്റ്. വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വെബ് പബ്ലിഷേഴ്സ് നമ്മൾ വെബ് സെർവർ ത്രൂ വെബ് പബ്ലിഷ് ചെയ്യുന്നു. ഇനിയല്ല നമുക്ക് നമ്മുടെ കമ്പനിക്ക് ഡസ് നോട്ട് ഹാവ് ദയർ ഓൺ വെബ് സെർവർ, ദെൻ വെബ് ഹോസ്റ്റേഴ്സ് വെബ് ഹോസ്റ്റിംഗ് പ്രൊവൈഡേഴ്സിന്റെ ഹെൽപ്പോട് കൂടി നമ്മൾ നമ്മളുടെ വെബ് പേജസ് ഇന്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യുന്നു. ദെൻ ഹിയർ വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ വെബ് പബ്ലിഷിംഗ്. അപ്പോൾ നമുക്കിങ്ങനെ വെബ് പബ്ലിഷിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫോളോയിങ് സ്റ്റെപ്സ്, മേജർ സ്റ്റെപ്സ് അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഏതൊക്കെയാണ്? ദ ഫോളോയിങ് ആർ ദ മേജർ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ വെബ് പബ്ലിഷിംഗ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്ലാനിങ് എ വെബ്സൈറ്റ്. ആദ്യം നമ്മൾ വെബ് പബ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു വെബ്സൈറ്റ് പ്ലാൻ ചെയ്യണം. ഇറ്റ് ഇൻവോൾവ്സ് തിങ്കിങ് അബൌട്ട് ഇഷ്യൂസ് ദാറ്റ് കുഡ് അഫക്ട് ദ ഡിസൈൻ ഓഫ് ദ വെബ്സൈറ്റ്. ദ പർപ്പസ് ഓഫ് ദ വെബ്സൈറ്റ് ആൻഡ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പീപ്പിൾ ദാറ്റ് വി വാണ്ട് ടു വിസിറ്റ് ദ വെബ്സൈറ്റ് ഷുഡ് ബി ഐഡന്റിഫൈഡ്. അപ്പോൾ നമുക്ക് ആദ്യം വെബ്സൈറ്റിന്റെ പർപ്പസും അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സ്, ഏതൊക്കെ ടൈപ്പ് യൂസേഴ്സ് ആണ് ഇത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത് എന്നുള്ള ആ യൂസേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ ശരിക്കും ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവണം. ഇറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ടു ഡിറ്റർമിൻ വേസ് ടു ഡിഫറൻഷിയേറ്റ് ദ വെബ്സൈറ്റ് വിത്ത് സിമിലർ വൺസ്. എന്നാൽ മാത്രമാണ് നമുക്ക് നമ്മളുടെ
വെബ്സൈറ്റും മറ്റ് സിമിലർ വെബ്സൈറ്റും തമ്മിൽ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് എസെൻഷ്യൽ തിങ്സ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഡിസൈഡ് ഹൗ ടു കീപ് ദ കണ്ടന്റ് ഓഫ് ദ വെബ്സൈറ്റ് കറന്റ് ആൻഡ് എക്സൈറ്റിംഗ്. അപ്പൊ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനെ കൂടുതൽ കളർഫുള്ളും അതുപോലെ കുറച്ചും കൂടെ എക്സൈറ്റിംഗ് ഒക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ സിമിലർ വെബ്സൈറ്റുകളുമായിട്ട് ഒന്ന് ഒന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ കൂടുതൽ അഡീഷണൽ നമുക്ക് കളർഫുൾ ആക്കാൻ വേണ്ടി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫസ്റ്റ്ലി വെബ്സൈറ്റ് പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കറക്റ്റായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവണം. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനലൈസിങ് ആൻഡ് ഡിസൈനിങ് എ വെബ്സൈറ്റ്. ഹിയർ വി വാണ്ട് ടു ഡിറ്റർമിൻ സ്പെസിഫിക് വേ ടു മീറ്റ് ദ ഗോൾസ് ഐഡന്റിഫൈഡ് ഇൻ ദ പ്രീവിയസ് സ്റ്റെപ്പ്. നമ്മൾ പ്രീവിയസ് സ്റ്റെപ്പിൽ പ്ലാൻ ചെയ്യുന്നു, ഒരു വെബ്സൈറ്റ് പ്ലാൻ ചെയ്യുന്നു. ആ പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട്. ദെൻ ആ സ്റ്റെപ്സ് വെച്ചിട്ട്, ആ ഗോൾസ് വെച്ചിട്ട് നമ്മൾ സ്പെസിഫിക് വേ കുറച്ചും കൂടെ അഡീഷണൽ ഗോൾസ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും കൂടെ അനലൈസ് ചെയ്യുവാണ്. ഡിസൈൻ ആൻഡ് ദ ലേഔട്ട് ഓഫ് എലമെന്റ് ഓഫ് വെബ് പേജസ് സച്ച് ആസ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഓഡിയോ, വീഡിയോ ആൻഡ് വിർച്വൽ റിയാലിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നമുക്ക് അങ്ങനെ ഡിസൈൻ ചെയ്യുന്ന സമയത്താണ് ലേഔട്ട്, നമുക്ക് അതിന്റെ വെബ് പേജസിന്റെ ലേഔട്ട് അത് വളരെ കളർഫുൾ ആക്കണം. അപ്പൊ അതിന് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാം, ഗ്രാഫിക്സ്, ഓഡിയോ, വീഡിയോ, വിർച്വൽ റിയാലിറ്റി, അങ്ങനെ എല്ലാ ആപ്ലിക്കേഷൻസും മൾട്ടിമീഡിയ എലമെന്റ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്തിട്ട് നമ്മുടെ വെബ്സൈറ്റിന് ഡിസൈൻ ചെയ്യാം. ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്രിയേറ്റിംഗ് എ വെബ്സൈറ്റ്. ഇതെല്ലാം നമ്മളിപ്പോൾ അനലൈസ് ചെയ്തു, ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ദെൻ നമുക്കത് ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റിംഗ് എ വെബ്സൈറ്റ് ഓൾസോ കോൾഡ് വെബ് പേജ് ഓതറിംഗ് ഇൻവോൾവ്സ് വർക്കിംഗ് ഓൺ ദ കമ്പ്യൂട്ടർ ടു കമ്പോസ് ദ വെബ്സൈറ്റ്. Many current word processing packages include web page authoring features that help to create basic web pages that contain text and graphics. ഇപ്പോൾ ടെക്സ്റ്റും ഗ്രാഫിക്സ് ഒക്കെ ഉൾപ്പെടുന്ന കുറേ ഫീച്ചേഴ്സ് ഉള്ള കുറേ വേർഡ് പ്രോസസിംഗ് പാക്കേജസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ സഹായത്തോടെ നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്ക് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Billions of people use word processing software every day to develop documents including web pages. ഇപ്പം കുറേ പീപ്പിൾ യൂസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ടൈപ്പ് ഡോക്യുമെന്റ്സ് ഒക്കെ. അപ്പൊ നമുക്കും വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ഒരു ലാംഗ്വേജ് പഠിച്ചു, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്, ദാറ്റ് ഈസ് HTML ലാംഗ്വേജ്. വി ക്യാൻ ഈസിലി ഡെവലപ്പ് അവർ വെബ് പേജ് ത്രൂ ദിസ് HTML ലാംഗ്വേജ്. ഇൻ ദിസ് ലാംഗ്വേജ് വി ഹാവ് ടു സീ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാഗ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാഗ്സ് കണ്ടു, ആ ടാഗ്സുകൾ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നൊക്കെ കണ്ടു. അപ്പോൾ നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. Web Page Authority software is a software specifically designed to help to create web pages. Popular web page authoring software packages include Microsoft FrontPage, Adobe Golive, Macromedia Dreamweaver and Macromedia Flash. ഇങ്ങനെയുള്ള കുറച്ച് ഓതറൈസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ പാക്കേജസ്, ആനിമേഷൻ വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷൻസും ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ലിങ്ക് ചെയ്തൊക്കെ വെബ്സൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. Then fourth step എന്ന് പറയുന്നത് deploying a website. After the web pages are created, it needs to store them on a web server. അപ്പോൾ നമ്മൾ വെബ് പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിപ്ലോയ് ചെയ്യണം. സ്റ്റോർ ദം ഓൺ എ വെബ് സെർവർ. ഒരു വെബ് സെർവറിലേക്ക് നമ്മൾ ഇതെല്ലാം സ്റ്റോർ ചെയ്യും. വൺസ് എ വെബ്സൈറ്റ് ഈസ് ക്രിയേറ്റഡ് ആൻഡ് ലൊക്കേറ്റഡ് എ വെബ് സെർവർ ടു സ്റ്റോർ ഇറ്റ്, വി നീഡ് ടു അപ്ലോഡ് ഇറ്റ്. നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു വെബ് സെർവറിലേക്ക് സ്റ്റോർ ചെയ്തു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് വി നീഡ് ടു അപ്ലോഡ് ഇറ്റ്. നമുക്കത് അപ്ലോഡ് ചെയ്യണം. Web hosting services provide storage for web pages for a reasonably monthly fee. നമുക്ക് റീസണബിൾ മന്ത്ലി ഫീയിൽ നമുക്ക് ഓരോ വെബ് ഹോസ്റ്റിംഗ് സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വെബ് ഹോസ്റ്റിംഗ്, നമുക്ക് സ്വന്തമായിട്ടൊരു വെബ് ഹോസ്റ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ വെബ് ഹോസ്റ്റിംഗ് സർവീസ് യൂസ് ചെയ്തിട്ട് ഒരു മന്ത്ലി ഫീ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ വെബ്സൈറ്റിന് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റും. എ സബ്മിഷൻ സർവീസ് ഈസ് എ വെബ് ബേസ്ഡ് ബിസിനസ് ദാറ്റ് ഓഫേഴ്സ് എ രജിസ്ട്രേഷൻ പാക്കേജ് ഇൻ വിച്ച് വി പേ ടു രജിസ്റ്റർ വിത്ത് ഹൺഡ്രഡ്സ് ഓഫ് സെർച്ച് എഞ്ചിൻസ്. അപ്പം നോർമലി നമുക്ക് ഹൺഡ്രഡ്സ് ഓഫ് സെർച്ച് എഞ്ചിൻസ് അവൈലബിൾ ആണ്. ഗൂഗിൾ ക്രോം, അങ്ങനെ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ, നമുക്ക് കുറേ സെർച്ച് എഞ്ചിൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് ഏതെങ്കിലും ഒരു സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് ഗൂഗിളിലൊക്കെ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് രജിസ്ട്രേഷൻ പാക്കേജ് ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മളുടെ വെബ്സൈറ്റ് നമുക്ക് ഡിപ്ലോയ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് എ വെബ്സൈറ്റ്. നമുക്ക് ഈ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരു പർപ്പസ് കൂടിയുണ്ട്. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മെയിൻറ്റെയിനിങ് എ വെബ്സൈറ്റ്, a webmaster is the individual responsible for maintaining a website and developing web pages. അപ്പോൾ അതിനൊരു വെബ് മാസ്റ്റർ ഉണ്ട്, അതിനാണ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിൾ ഉള്ളത്. ഒരു വെബ്സൈറ്റും അതിന്റെ കറസ്പോണ്ടിങ് വെബ് പേജസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ ഉള്ള ഒരു വെബ് മാസ്റ്റർ ഉണ്ട്. ഓക്കെ, ദീസ് ആർ ദ സ്റ്റെപ്സ് ഫോളോഡ് ബൈ ദ വർക്കിംഗ് ഓഫ് എ മേജർ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ വെബ് പബ്ലിഷിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നതാണ് വെബ് ഹോസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വെബ് പബ്ലിഷിംഗ്, എങ്ങനെയാണ് നമ്മളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു അത് പബ്ലിഷ് ചെയ്യുന്നതെന്നുള്ളത് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വേർഡാണ് വെബ് ഹോസ്റ്റിംഗ്.
Web hosting refers to a service that is associated with internet hosting. ഇന്റർനെറ്റ് ഹോസ്റ്റിംഗ് പോലെ തന്നെ അതുമായി റിലേറ്റഡ് ആണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയാം. വെബ് ഹോസ്റ്റിംഗ് ഈസ് എ സർവീസ് ഓഫ് പ്രൊവൈഡിംഗ് ഓൺലൈൻ സ്പേസ് ഫോർ സ്റ്റോറേജ് ഓഫ് വെബ് പേജസ്. നമുക്ക് ഈ വെബ് പേജസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ആ ഒരു ഓൺലൈൻ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസാണ് വെബ് ഹോസ്റ്റിംഗ്. അപ്പം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിന് നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. ആ മെമ്മറി സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് വേണം. അപ്പോൾ വെബ് പേജിൻ്റെ കേസിൽ വെബ് പേജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ ഒരു ഓൺലൈൻ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിനാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയാം. These web pages are made available via World Wide Web. നമുക്കറിയാം www എന്നുള്ള കൺസോർഷ്യം വെച്ചിട്ടാണ് വെബ് പേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. The companies which offer website hosting are known as web host. ഈ വെബ് ഹോസ്റ്റ് എന്ന് പറയുന്നത് വെബ്സൈറ്റ്സ് ഇങ്ങനെ കമ്പനീസ് ഓഫർ ചെയ്യുന്ന വെബ്സൈറ്റിംഗ് ഹോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കമ്പനീസ് ഓഫർ ചെയ്യുന്ന ഒരു ഹോസ്റ്റാണ് വെബ് ഹോസ്റ്റ് എന്ന് പറയാം. ആ കമ്പനീസ് അവരുടെ സർവീസ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ കമ്പ്യൂട്ടേഴ്സിൽ സ്റ്റോർ ചെയ്യാനായിട്ട് ഈ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്യാനായിട്ട് അവരുടെ സെർവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദ കമ്പനീസ് ദാറ്റ് ഓഫർ ദിസ് സർവീസ് പ്രൊവൈഡ് ദയർ സെർവർ കമ്പ്യൂട്ടേഴ്സ് ടു സ്റ്റോർ ദ വെബ്സൈറ്റ്. It includes acquisition of space in the server to store the web pages so that the website can be accessed through the internet. അപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ കമ്പനി ഉണ്ട്. ആ കമ്പനിക്ക് നമുക്ക് പർട്ടിക്കുലർ ദെയർ ഓൺ ഒരു വെബ്സൈറ്റ് ഹോസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ഹോസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനീസുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാം. അവരുടെ വെബ് സെർവർ കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ട് നമ്മളുടെ വെബ്സൈറ്റുകളെ സ്റ്റോർ ചെയ്യും. വെബ് ഹോസ്റ്റിംഗ് സർവീസ് ഈസ് എ കൈൻഡ് ഓഫ് സർവീസ് ത്രൂ വിച്ച് വൺ ഗെറ്റ് സ്പേസ് ഓൺ എ സെർവർ ഫോർ എ വെബ്സൈറ്റ്. നമ്മൾ പറഞ്ഞു വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ വെബ്സൈറ്റ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഓൺലൈൻ സ്പേസിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് വെബ് ഹോസ്റ്റിംഗ് സർവീസ്. ദിസ് സ്പേസ് ക്യാൻ ബി ഓൺഡ് ബൈ സം അതർ പാർട്ടി. അപ്പോൾ നമുക്ക് ഈ സ്പേസ് തരുന്ന ഒരു തേർഡ് പാർട്ടിയാണ്. ദ ഫെസിലിറ്റി ഫോർ എ ലീസ്റ്റ് കണക്ഷൻ മേ ഓൾസോ ബി അവൈലബിൾ ഫോർ പ്രൊവൈഡിംഗ് ദ സ്പേസ്. Thus, we can also state that the space is generally owned or leased to be used by the clients. അപ്പോൾ നമുക്കിത് ഒന്നെങ്കിൽ സ്വന്തമായിട്ട് ആ ഒരു സ്പേസ് ഓൺ ചെയ്യാം, അല്ലെങ്കിൽ അതർ ക്ലയൻസും കൂടെ ഷെയർ ചെയ്ത് നമുക്ക് ലീസ് ചെയ്ത് യൂസ് ചെയ്യാം. The facility of web hosting may also include the service of internet connectivity. The servers on which the website is hosted remain switched on 24/7. ആ ഒരു അവേഴ്സിന്റെ ഒരു പാറ്റേണിലായിരിക്കും നമുക്ക് ഈ ഫെസിലിറ്റി അവൈലബിൾ ആവുന്നത്. അപ്പോൾ ഇന്റർനെറ്റ് കണക്ഷൻ ഉൾപ്പെടെ ആ ഒരു സർവീസ് നമുക്ക് കിട്ടുന്നത് ഈ സർവേഴ്സിൽ നമ്മുടെ വെബ്സൈറ്റ് പാക്കേജ്, നമുക്ക് ഒരു പാക്കേജ് ഉണ്ട്. ആ പാക്കേജിൽ നമുക്ക് ഈ വെബ്സൈറ്റുകളിൽ എത്ര പേജ് ഉണ്ടോ അത്രയും പേജസ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സർവീസ്, ഒരു പർട്ടിക്കുലർ ഒരു സർവീസ് ഈ വെബ് ഹോസ്റ്റിംഗ് ഫെസിലിറ്റി നമുക്ക് തരുന്നുണ്ട്. ദി സർവേഴ്സ് ആർ റൺ ബൈ വെബ് ഹോസ്റ്റിംഗ് കമ്പനീസ്. ഈ സർവേഴ്സ് റൺ ചെയ്യുന്നത് വെബ് ഹോസ്റ്റിംഗ് കമ്പനീസ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന കമ്പനീസ് അവരുടെ വെബ് സർവേഴ്സ് നമുക്കും കൂടെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നതാണ്. ഈച്ച് സെർവർ ഹാസ് ഇറ്റ്സ് ഓൺ IP അഡ്രസ്. നമുക്കറിയാം ഓരോ സെർവറിനും ഓരോ IP അഡ്രസ് ആണ്. സിൻസ് IP addresses are difficult to remember, therefore webmaster points their domain name to the IP address of the server their website is stored on. അപ്പം നമുക്കറിയാം ഓരോ സെർവറിലും ഓരോ IP അഡ്രസ് ആണ്. ഈ IP അഡ്രസ് നമുക്ക് റിമെമ്പർ ചെയ്യാന്ന് പറയുന്നത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് വെബ് മാസ്റ്റർ തന്നെ അത് ഓരോ ഡൊമൈനെയും കൊടുത്ത് IP അഡ്രസ്സിന് സ്റ്റോർ ചെയ്തോളൂ. അപ്പോൾ കറസ്പോണ്ടിങ് വെബ്സൈറ്റ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു തരുന്ന ഒരു സർവീസ് ആണ് വിച്ച് വൺ ഗെറ്റ് സ്പേസ് ഓൺ എ സെർവർ ഫോർ എ വെബ്സൈറ്റ്. നമുക്കൊരു സെർവറിൽ നമ്മുടെ വെബ്സൈറ്റ് അല്ലെങ്കിൽ നമ്മുടെ വെബ് പേജസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഓൺലൈൻ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ് വെബ് ഹോസ്റ്റിംഗ്. ഓക്കെ, ദെൻ ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ്. നമുക്ക് ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹോസ്റ്റിംഗ് ആർ അവൈലബിൾ. ഫസ്റ്റ് വൺ, ഷെയർഡ് ഹോസ്റ്റിംഗ്. ഷെയർഡ് ഹോസ്റ്റിംഗ്. In shared hosting, the hosting company puts thousands of websites on the same physical server. Each customer has their own allocation of physical web space and a set of bandwidth limit. ഷെയർഡ് ഹോസ്റ്റിംഗിൽ ഹോസ്റ്റിംഗ് കമ്പനിയിൽ തന്നെ തൗസൻഡ്സ് ഓഫ് വെബ്സൈറ്റ് സെയിം ഫിസിക്കൽ സെർവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കസ്റ്റമറിനും ഒരു അലോക്കേഷൻ തന്നിട്ടുണ്ടാവും. അതിന്റെ കറസ്പോണ്ടിങ് ഫിസിക്കൽ സൈസും സ്പേസും ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു കറസ്പോണ്ടിങ് പേജിൽ മാത്രമായിരിക്കും അലോക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. As all websites share the same physical memory, website on the server experiencing high traffic load will affect performance of all websites on the server. അപ്പോൾ നമ്മളിങ്ങനെ ഫിസിക്കൽ മെമ്മറി ഷെയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ വെബ്സൈറ്റുകളിൽ ഒരു ട്രാഫിക് ലോഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഷെയർ ചെയ്യുന്ന ഒരു കറസ്പോണ്ടിങ് ഒരു ബാൻഡ്വിഡ്ത്ത് ലിമിറ്റിലായിരിക്കും ഓരോ സ്പേസും പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഷെയർഡ് ആണ്. സോ മെനി ഓഫ് ദ പീപ്പിൾ യൂസ്ഡ് ഇറ്റ്. സോ നമുക്കത് കുറച്ച് ട്രാഫിക് പ്രോബ്ലംസ് ഒക്കെ, അതായത് ട്രാഫിക് ലോഡ് പ്രോബ്ലംസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ദ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് വിർച്വൽ പ്രൈവറ്റ് സെർവർ ആണ്, VPS. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വിർച്വൽ ഡെഡിക്കേറ്റഡ് സെർവർ. It is a server which is partitioned into small servers.
സ്മോൾ സെർവേഴ്സായിട്ട് അങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട്